ഉമ്മാക്ക് വേണ്ടിട്ടാ വിളിക്കണേ. അപ്പൊ ഉമ്മാന്റെ സക്കാത്ത് ഉണ്ട്, അത് ഉമ്മാന്റെ മോൻക്കോ മോൾക്കോ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കണേ. അതായത് ഇവിടെ വീട്ടിലല്ല, വേറെ വീട്ടിൽ താമസാണ്. മക്കളെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിട്ടതാണ്. അപ്പൊ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. അത് ഉമ്മാന്റെ മോള് സക്കാത്തിന് അർഹയായ ഫഖീറത്തും മിസ്കീനത്തുമാണ് എങ്കിൽ കൊടുക്കാം, ഉമ്മാക്ക് കൊടുക്കാം. അത് ഉമ്മന്റെ നീയത്തും യാഥാർത്ഥ്യവും അനുസരിച്ചാണ്. ഉമ്മാന്റെ മോൾക്ക് ഉമ്മക്ക് കെട്ടിച്ച മക്കൾക്കോ അല്ലെങ്കിൽ കെട്ടിക്കാത്ത മക്കൾക്കോ കൊടുക്കുക എന്നതല്ല. മക്കൾ എന്നത് കുടുംബബന്ധമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഈ വിഷയകമായി ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ പറയുന്നത് 2.5% സക്കാത്ത് അല്ലേ അള്ളാഹു തആല നിർദ്ദേശിച്ചിട്ടുള്ളൂ. അത് സമൂഹത്തിൽ മറ്റാരും കൊടുക്കാനില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കട്ടെ. ധനികയായ ഉമ്മ ഉണ്ടല്ലോ, ഉമ്മാന്റെ കയ്യിൽ 97% ഉമ്മാന്റെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് തൻ്റെ മക്കളെ പോറ്റലല്ലേ നല്ലത്. ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന, നാട്ടിലുള്ള മറ്റു ദരിദ്രന്മാർക്ക് കിട്ടേണ്ടത് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഉമ്മാന്റെ കയ്യിൽ 97 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൊടുക്കലാണ് ഏറ്റവും പ്രധാനം. അതല്ല, ഉമ്മാന്റെ കയ്യിൽ 97 ഉമ്മാക്ക് സമ്മതമല്ല, തൻ്റെ മക്കൾക്കാണെങ്കിലും കൊടുക്കാൻ സമ്മതമല്ല. നാട്ടിലെ ഒരു ദരിദ്രന്റെ കൂട്ടത്തിൽ മകളെ പെടുത്തി കൊടുക്കലാണെങ്കിൽ കൊടുക്കാം, അത് നമ്മുടെ നിയ്യത്തനുസരിച്ചിരിക്കും. എൻ്റെ 2.5% കൂടി പുറത്തു പോകരുത്, അത് നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കണം എന്നതാണ് നിയ്യത്തെങ്കിൽ അത് ഗുരുതരമായ തെറ്റായിരിക്കും. അത് അവരും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ്.